എന്നാൽ നമുക്കൊരു യാത്ര പോയാലോ? ഒത്തിരി കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന സ്വപ്ന സ്ഥലങ്ങളായ പഞ്ചാബും ഹിമാചൽ പ്രദേശും ഒക്കെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് ഒന്നും കൺഫേം ആവാത്തതുകൊണ്ട് കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ പോകുന്നത്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിലും വിൻഡോ സൈഡിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. എന്നെപ്പോലെ ഇവളും കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. ഇതാണ് നമ്മുടെ തൃശ്ശൂരത്തെ ഉത്രാളിക്കാവ്. നമ്മുടെ ട്രെയിൻ മലബാർ സൈഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു കൂട്ടം അനിയന്മാരെ കിട്ടി കേട്ടോ. ഇവരുടെ ഈ സ്നേഹം ഒത്തൊരുമയൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു. രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പുസ്തകമൊക്കെ വായിച്ച് ഞാൻ കിടന്നുറങ്ങി. എന്തോ ഒരു ബഹളം കേട്ടാണ് ഞാൻ രാവിലെ എണീറ്റത്. രാവിലെ കഴിക്കാനായിട്ട് ബ്രെഡും പീനട്ട് ബട്ടറും ജാമും ഒക്കെ തന്നെയായിരുന്നു. അതെല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. എന്നിട്ട് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് വൈബായി ഞങ്ങൾ യാത്ര തുടരുകയാണ്. എന്നിട്ട് എല്ലാവരും വിശ്രമത്തിലാണ്. പെട്ടെന്നാണ് ട്രെയിനിൽ കൊട്ടുന്ന സൗണ്ട് കേട്ടത്. അപ്പൊ തന്നെ ദൈവ മുഖം മറിച്ചിരിപ്പായി. QR കോഡൊക്കെ ആയിട്ട് അവർ കാശ് വയ്ക്കാൻ വന്നു. സ്റ്റേറ്റുകൾ മാറുന്തോറും നമ്മുടെ കമ്പാർട്ട്മെന്റിലെ തിരക്ക് ഇരട്ടി ആയിക്കൊണ്ടേയിരുന്നു. ഞാൻ അപ്പർ ബർത്ത് കയറി ചായയും സ്നാക്സും ഒക്കെ കഴിച്ചതേ സമയം ചെലവഴിക്കാൻ. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഉച്ചയായപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ ഡൽഹിയിലെത്തി. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഇറങ്ങിയായിരുന്നു. ഹരിയാനയിലെ പാടങ്ങൾ, കടുക് പാടങ്ങളും എന്തൊക്കെയോ പാടങ്ങൾ. ഉച്ച സമയത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെയൊക്കെ നല്ല തണുപ്പും കോടമഞ്ഞും ഒക്കെ തന്നെയാണ്. 2 ദിവസത്തെ ട്രെയിനിന് ശേഷം ഹരിയാനയിൽ അംബാല കണ്ടെത്തിയിട്ടുണ്ട്. घूमने आए कहाँ? अमृतसर। अमृतसर। ओके हम भी उधर जा रहे हैं। ओके